Hi guys, good morning. So ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. I think it's 7:30 right now and there's a lot of things to do. Actually ഞാൻ വേറൊരു വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. അതുകൊണ്ട് ഇനി ഒരു ലീവുള്ള ദിവസമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. സോ ലീവുള്ള ദിവസം ആ വീഡിയോ എടുക്കാം. നമുക്ക് 22 സംതിങ്ങിന് ലീവ് എന്തോ ഉണ്ടല്ലേ, ആ ടൈമിൽ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ട് എക്സാമിന് പഠിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. സോ ഇന്നാണിപ്പോൾ ടൈമുള്ളത്. അത്രയും ദിവസം ലീവ് കിട്ടിയിട്ട് ഇന്നൊരു ദിവസം മാത്രമേ എനിക്ക് പഠിക്കാനുള്ളൂ. ഇന്ന് ഇംഗ്ലീഷും പഠിക്കണം, അതേപോലെ തന്നെ കെമിസ്ട്രിയും പഠിക്കണം. 2 എക്സാം ഉണ്ട്. ഇംഗ്ലീഷ് ഞാൻ ഇന്നലെ അത്യാവശ്യം നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ആണ്. കെമിസ്ട്രി ഞാൻ ഓൾറെഡി പഠിച്ചതാണ്, പക്ഷെ എക്സാം അല്ലേ, അപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ പഠിക്കണം. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ക്ലാസ് കുറച്ചും കൂടി എനിക്ക് കാണാനുണ്ട്, അത് കംപ്ലീറ്റ് ആക്കിയിട്ട് അതും ഒന്നുകൂടി പഠിക്കണം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസം കൂടി ആയിരുന്നു. ഞാൻ ആദ്യം തന്നെ എണീറ്റിട്ട് ഇംഗ്ലീഷ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇന്നലെ ക്ലാസ്സൊക്കെ കണ്ടു, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ കുറച്ചും കൂടി ക്ലാസ് ഉണ്ടായിരുന്നു, അതും കൂടി കണ്ടു. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ കെമിസ്ട്രിയിൽ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു റിവിഷൻ പോലെ ചെയ്തു. അതിനുശേഷം സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സസൊക്കെ ഞാൻ കണ്ടു. ക്ലാസ് കണ്ടിട്ട് തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓവർ പഠിക്കാൻ സമയം കളയേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ച ഏറ്റവും നല്ല കാര്യമായി. കാരണം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വളരെ കുറവ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഞാൻ ഉദ്ദേശിക്കുന്ന തേർഡ് ചാപ്റ്റർ ആണ് കേട്ടോ. സോ അത്യാവശ്യം കുഴപ്പമില്ലാതെ എക്സാമൊക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വലിയ ഉറപ്പൊന്നുമില്ല, പലതും ഞാൻ പഠിച്ചിട്ടുള്ളത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ തലേദിവസം പഠിക്കുമ്പോൾ എത്ര ഓർമ്മ ഉണ്ടാവും. പഠിക്കല്ല, ആക്ച്വലി റിവിഷനാണ്. എങ്കിൽ പോലും എനിക്ക് ചിലതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഒപ്പിച്ച് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു. ഹായ് ഗായ്സ്, അപ്പോൾ ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്, 2:30 ആയിട്ടുണ്ട് സമയം. ആൻഡ് ഇവിടെ മഴ പെയ്യുകയാണ്. ഭയങ്കര മഴയില്ല, എന്നാലും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അപ്പം ഇനി എനിക്ക് കെമിസ്ട്രി പഠിക്കാനുണ്ട്. ഇംഗ്ലീഷ് കഴിഞ്ഞു, കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, ഇനി തേർഡ് ചാപ്റ്റർ പഠിക്കാനുണ്ട്. തേർഡ് ചാപ്റ്ററിൽ ക്ലാസ് കുറച്ച് കാണാനുണ്ട്. മിക്കവാറും നാളെ ലീവ് തരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കളക്ടർ, കാരണം മഴയുണ്ട്. അതുകൊണ്ട് തന്നാൽ ഞങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അങ്ങനെ ലീവ് തന്നിട്ടാണ് ഒരു ദിവസം 2 എക്സാം ആക്കിയത്. അപ്പോൾ ഇനിയും ലീവ് തന്നാൽ അതൊരു ബർഡൻ ആവും. അപ്പോൾ വേണ്ട എന്ന് തോന്നുന്നു. ഞാൻ അത്രയ്ക്ക് പഠിച്ചിട്ടില്ല, അതും കൂടിയാണ്. പക്ഷെ പഠിച്ച പോലെ എക്സാം എഴുതാം, കാരണം ജസ്റ്റ് ഒരു മന്ത്ലി ടെസ്റ്റാണ്. സോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് വരാം. അങ്ങനെ SI ഞാൻ കെമിസ്ട്രീൻ്റെ ക്ലാസ് കാണുമായിരുന്നു. കുറച്ചും കൂടി ക്ലാസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ആ ക്ലാസ് കണ്ടത് ഭയങ്കര വർത്തിട്ടായിരുന്നു. കാരണം ആ ക്ലാസ് കണ്ടതിന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെറിവേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റി, ഇല്ലെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും എക്സാം. ഇനി അടുത്ത് എനിക്ക് എക്സാം വരുന്നുണ്ട്. അടുത്തത് ഇതിപ്പോൾ ലീവ് തന്നതുകൊണ്ട്, ട്യൂസ്ഡേ ലീവ് തന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം 2 ദിവസം നടക്കേണ്ട എക്സാം ഒരു ദിവസത്തേക്കായിട്ട് നടക്കും. അതായത് മലയാളവും ലാംഗ്വേജും അതേപോലെ തന്നെ ബയോളജിയും ഒരു ദിവസമായിരിക്കും. സോ അതിന് പ്രിപ്പയർ ചെയ്യണം. ബയോളജിക്ക് എനിക്ക് വലിയ പേടിയില്ല, പക്ഷേ എനിക്ക് ഏറ്റവും പേടിയുള്ളത് ലാംഗ്വേജാണ്. ലാംഗ്വേജ് മലയാളം ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, +2 മലയാളം കുറച്ചധികം ഡിഫിക്കൽട്ടാണ്, +1 പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ടെക്സ്റ്റ് നല്ല രീതിക്ക് പഠിക്കണം. ആക്ച്വലി ഞാനത് ഉച്ചയ്ക്ക് ശേഷമാണ് പഠിക്കുന്നത്, പക്ഷെ നല്ല മഴക്കാറായതുകൊണ്ടാണ് ഞാൻ ലാമ്പ് യൂസ് ചെയ്തത്. ഒരു രാത്രി വൈബ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നല്ല ഇരുടായിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തീരെ എന്നെ ഒന്നും കാണില്ല, ഭയങ്കര ഡാർക്കായിരിക്കും. പിന്നെ ലൈറ്റ് ഇടാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടില്ല. സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കെമിസ്ട്രി പോകുന്നത്. ആക്ച്വലി നിങ്ങൾക്കും ഇതേപോലെ ടെസ്റ്റോ എക്സാമോ എന്തെങ്കിലും സ്കൂളിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് +2കാർക്ക് മാത്രമല്ല +1കാർക്ക് വൈവയും കൂടി ഉണ്ട്. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ടെസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. ബട്ട് വൈവ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഇത് രാത്രിയാണ്. രാത്രി ഒരു 8 സംതിങ് ആകുമ്പോഴത്തേക്കും ഞാൻ റിവിഷൻ ചെയ്യുക ചെയ്തത്. ആക്ച്വലി ഞാൻ പഠിച്ചിട്ടുണ്ടെല്ലാം, എങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും മറന്നു പോകണ്ടല്ലോ വിചാരിച്ച് ഞാനൊരു റിവിഷൻ പോലെ ചെയ്തു. ഞാൻ പറഞ്ഞ തേർഡ് ചാപ്റ്ററിൻ്റെ റിവിഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഇസ് ആൻ എൻഡ് ഓഫ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സീ യു സൂൺ ഇൻ ദ വീഡിയോ. ടിൽ ദെൻ ബൈ.